അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തു നൂഹിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا. فَقُلْتُ ഞാൻ അവരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കൽ തേടുക. ഇന്നഹു കാന ഗഫാറ, നിശ്ചയം അവൻ കൂടുതൽ പൊറുക്കുന്നവനായിരിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പാപമോചനം തേടുക, തീർച്ചയായും അവൻ വളരെയധികം പൊറുക്കുന്നവനായിരിക്കുന്നു. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അങ്ങനെ നിങ്ങൾ പൊറുക്കലിനെ തേടിയാൽ യുർസിലിസ് സമാഅ, അവൻ ആകാശത്തെ അയക്കും, അലൈക്കും നിങ്ങളുടെ മേലിൽ, മിദ്റാറ മഴ വർഷിപ്പിക്കുന്നതായിട്ട്. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. വയുംദിദുക്കും, അവൻ നിങ്ങൾക്ക് പോഷിപ്പിച്ചു തരും. ബി അംവാലിൻ, സമ്പത്ത് കൊണ്ടും, വബനീന മക്കളെ കൊണ്ടും, വയജിയല്ലക്കും, അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും ജന്നാത്തിൻ തോട്ടങ്ങൾ, വയജിയല്ലക്കും, അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും അൻഹാറ അരുവികൾ. ഈ രണ്ടായത്തെ ആശയപരമായി വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാം. എങ്കിൽ നിങ്ങൾക്കവൻ ധാരാളമായി മഴ വർഷിപ്പിച്ചു തരികയും സ്വത്തുക്കൾ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും അവൻ നിങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്കവൻ തോട്ടങ്ങളും അരുവികളും ഉണ്ടാക്കി തരികയും ചെയ്യും. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? ലാ തർജൂന ലില്ലാ, നിങ്ങൾ അള്ളാഹുവിന് ആഗ്രഹിക്കുന്നില്ല, കൽപ്പിച്ച് നൽകുന്നില്ല. വക്കാറ, ഒരു മഹത്വവും ഒരു ബഹുമാനവും കൊടുക്കുന്നില്ലേ? വഖദ് ഖലഖക്കും അത്വാറ, വഖദ് ഖലഖക്കും, നിശ്ചയം അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അത്വാറ, വിവിധ ദശകളിലായിട്ടാണ്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖക്കും അത്വാറ, നിങ്ങൾക്ക് എന്തു പറ്റി? അള്ളാഹുവിന്, അതായത് വിവിധ ദശകളിലായി നിങ്ങളെ അവൻ സൃഷ്ടിച്ചിട്ടും ഒരു മഹത്വവും നിങ്ങൾ കൽപ്പിക്കുന്നില്ലേ? അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാക, അലം തറൗ, നിങ്ങൾ കണ്ടിട്ടില്ലേ? കൈഫ ഖലഖല്ലാഹു, അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചത്? സബ്അ സമാവാത്തിൻ, 7 ആകാശങ്ങളെ, തിബാക്കൻ അടുക്കുകളായി. അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാത്തിൻ തിബാക, നിങ്ങൾ കണ്ടില്ലേ അടുക്കുകളായ നിലയിൽ 7 ആകാശങ്ങളെ ഒന്നിനു മീതെ ഒന്നായി എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. വജഅലൽ ഖമറ ഫീഹിന്ന നൂറ വജഅല ശംസ സിറാജ, വജഅലൽ ഖമറ, ചന്ദ്രനെ അള്ളാഹു ആക്കി, ഫീഹിന്ന, ആ ആകാശങ്ങളിൽ, നൂറൻ, പ്രകാശമാക്കി, വജഅല ശംസ, സൂര്യനെ അള്ളാഹു ആക്കി, സിറാജൻ, വിളക്കാക്കി.
وجعل القمر فيهن نورا وجعل الشمس سراجا. അവയിൽ ചന്ദ്രനെ അവൻ ഒരു പ്രകാശമാക്കുകയും സൂര്യനെ ഒരു വിളക്കാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു അംബതകും മിനൽ അർളി നബാത. അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അല്ലാഹു അംബതകും, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നബാതൻ, ഒരു സൃഷ്ടിക്കൽ. സുമ്മ യുഈദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജ. സുമ്മ യുഈദുക്കും, പിന്നെ അള്ളാഹു നിങ്ങളെ മടക്കും. ഫീഹാ, ആ ദുനിയാവിൽ നിന്ന്, ഭൂമിയിലേക്ക് തന്നെ. വയുഖ്രിജുക്കും, പിന്നെ നിങ്ങളെ അതിൽ നിന്ന് പുറപ്പെടുവിക്കും, പുറത്തു കൊണ്ടുവരും. ഇഖ്റാജൻ, ഒരു പുറത്തു കൊണ്ടുവരൽ. സുമ്മ യുഈദുക്കും ഫീഹാ വയുഖ്രിജുക്കും ഇഖ്റാജ. പിന്നീട് നിങ്ങളെ അവൻ അതിലേക്ക് തന്നെ മടക്കുകയും, അതായത് ഭൂമിയിലേക്ക് തന്നെ മടക്കുകയും അതിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാത്താ. വല്ലാഹു ജഅല ലക്കുമുൽ അർള, അല്ലാഹു ഭൂമിയെ നിങ്ങൾക്കാക്കി തന്നു. ബിസാത്ത, എന്താ ബിസാത്ത് എന്ന് പറഞ്ഞാൽ വിരിപ്പാക്കി തന്നു. ലിതസ്ലുകൂ മിൻഹാ സുബുലൻ ഫിജാജ. എന്തിന്? ലിതസ്ലുകൂ മിൻഹാ, അതിൽ നിങ്ങൾ പ്രവേശിക്കാൻ വേണ്ടി. സുബുലൻ ഫിജാജ, വിവിധ മാർഗങ്ങളിലൂടെ. അല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാത്താ ലിതസ്ലുകൂ മിൻഹാ സുബുലൻ ഫിജാജ. അല്ലാഹു ഭൂമിയെ അതിൽ നിന്ന് വിശാലമായ മാർഗങ്ങളിൽ പ്രവേശിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നിരിക്കുന്നു. ഖാല നൂഹുൻ റബ്ബി ഇന്നഹും അസൗനി വത്തബഉ മൻ ലം യസിദ്ഹു മാലുഹു വവലദുഹു മല്ലം യസിദ്ഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസാറ. ഖാല നൂഹുൻ, നൂഹ് പറഞ്ഞു, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്നഹും അസൗനി, നിശ്ചയം അവരെന്നെ ധിക്കരിക്കുന്നു. വത്തബൗ, അവർ പിൻപറ്റുന്നു, മല്ലം, മൻ, ഒരുത്തനെ, ലം യസിദ്ഹു മാലുഹു, അവന് സമ്പത്ത് അധികരിക്കല്ലാതെ ഉണ്ടായിട്ടില്ല. വലതുഹു, സന്താനങ്ങളെയും, അവൻ്റെ സമ്പത്തും സന്താനങ്ങളും അവന് വരുത്തി വച്ചിട്ടില്ല. ഇല്ലാ ഖസാറ, നാശമല്ലാതെ, നഷ്ടമല്ലാതെ. മക്കറൂ മക്റൻ കുബ്ബാറ. മക്കറു, എന്നാൽ അവർ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു. മക്റൻ കുബ്ബാറ, വളരെ വലിയ കുതന്ത്രങ്ങൾ. ഖാല നൂഹുൻ റബ്ബി ഇന്നഹും അസൗനി വത്തബഉ മൻ ലം യസിദ്ഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസാറ വമക്കറൂ മക്റൻ കുബ്ബാറ. ഈ രണ്ട് ആയത്തിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെ വായിക്കാം. നൂഹ് പറഞ്ഞു, എൻ്റെ നാഥ, തീർച്ചയായും അവർ എന്നെ ധിക്കരിക്കുകയും സമ്പത്തും സന്താനവും തങ്ങൾക്ക് നഷ്ടത്തിന് കാരണമായി മാത്രം വരുത്തി വെച്ച ചില ആളുകളെ അവർ പിന്തുടരുകയും വളരെ വലിയ കുതന്ത്രങ്ങൾ അവർ പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا.
കാലു അവർ പറഞ്ഞു, ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലാ തദറുന്ന ബദ്ദൻ, ബദ്ദിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലാ സുവാഅൻ, സുവാഇനെയും നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലാ യഗൂസ, യഗൂസിനെയും നിങ്ങൾ ഉപേക്ഷിക്കരുത്. നെസ്ര, നെസ്റിനെയും ഉപേക്ഷിക്കരുത്. ഈ ബദ്, സുആ, യഊസ്, യഊക്ക്, നെസ്ർ ഇവയെല്ലാം ഇവരുടെ ദൈവങ്ങളുടെ പേരാണെന്ന് പ്രമുഖരായ മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആയത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യാഖ്യാനം നോക്കുമ്പോൾ ഇങ്ങനെ വായിക്കാം: നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വദ്, സുആ, യഊസ്, യഊക്ക്, നെസ്ർ എന്നിവയെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് അവർ പറയുകയും ചെയ്തു. വഖദ് അളല്ലൂ കസീറൻ വലാ തസിദിൽ ളാലിമീന ഇല്ലാ ളലാലാ. വഖദ് അളല്ലൂ കസീറ, അവർ വളരെയധികം ആളുകളെ വഴിപിഴപ്പിച്ചു. വലാ തസിദിൽ ളാലിമീന, അതുകൊണ്ട് നാഥാ അക്രമികൾക്ക് നീ ഏറ്റിക്കൊടുക്കരുത്. ഇല്ലാ ളലാല, വഴികേടല്ലാതെ. വഖദ് അളല്ലൂ കസീറൻ വലാ തസിദിൽ ളാലിമീന ഇല്ലാ ളലാല, തീർച്ചയായും അവർ വളരെയധികം ആളുകളെ പിഴപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ നാഥാ അക്രമികൾക്ക് വഴികേടല്ലാതെ വർദ്ധിപ്പിക്കരുതേ. മിമ്മാ ഖതിയാതിഹിം ഉഗ്രികൂ ഫഉദ്ഖിലൂ നാറാ ഫലം യജിദൂ ലഹും മിൻ ദൂനില്ലാഹി അൻസ്വാറാ. മിമ്മാ ഖതിയാതിഹിം, അവരുടെ തെറ്റുകൾ കാരണമായി, ഉഗ്രികൂ, അവരെ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കപ്പെട്ടു. ഫഉദ്ഖിലൂ നാറൻ, അവര് നരകത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. ഫലം യജിദൂ ലഹും, എന്നാൽ അവരാരും അവർക്ക് വേണ്ടി കണ്ടെത്തിയില്ല. മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, അൻസ്വാറ, സഹായികളായിട്ട്. മിമ്മാ ഖതിയാതിഹിം ഉഗ്രികൂ ഫഉദ്ഖിലൂ നാറാ ഫലം യജിദൂ ലഹും മിൻ ദൂനില്ലാഹി അൻസ്വാറാ. തങ്ങളുടെ തെറ്റുകൾ കാരണമായി അവർ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കപ്പെടുകയും അഗ്നിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അള്ളാഹുവിനെ കൂടാതെ തങ്ങൾക്ക് വേണ്ടി ഒരു സഹായികളെയും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ ആയത്തിൻ്റെ ആശയം. വഖാല നൂഹുൻ റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. വഖാല നൂഹുൻ, നൂഹ് പറഞ്ഞു, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ലാ തദർ അലൽ അർളി, ഭൂമിയുടെ മുകളിൽ നീ വിട്ടേക്കരുത്. മിനൽ കാഫിരീന, കാഫിരീങ്ങളിൽ നിന്ന്, ദയ്യാറ, ഒരൊറ്റ വ്യക്തിയെയും. വഖാല നൂഹുൻ റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ നാഥാ, സത്യനിഷേധികളിൽപ്പെട്ട ഒരൊറ്റ വ്യക്തിയെയും ഭൂമുഖത്ത് നീ വിട്ടുകളയരുതേ. ഇന്നക ഇൻ തദറുഹും യുദില്ലൂ ഇബാദക ഫലാ യലിദൂ ഇല്ലാ ഫാജിറൻ കഫാറ. ഇന്നക, നിശ്ചയം, ഇൻ തദറുഹും, നീ അവരെ വിട്ടയച്ചാൽ, അതായത് നശിപ്പിക്കാതെ വിട്ടയച്ചാൽ, യുദില്ലൂ ഇബാദക, അവർ നിന്റെ അടിമകളെ വഴിതെറ്റിച്ച് കളയും. വലാ യലിദു, അവർ ജനിപ്പിക്കുകയില്ല, ഇല്ലാ ഫാജിറൻ കഫാറ, സത്യനിഷേധികളായ കുറ്റവാളികളെ അല്ലാതെ. ഇന്നക ഇൻ തദർഹും യുദില്ലൂ ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ.
നീ അവരെ നശിപ്പിക്കാതെ വിട്ടുകളയുന്ന പക്ഷം അവർ നിന്റെ അടിമകളെ വഴിതെറ്റിച്ച് കളയും തീർച്ച. മാത്രമല്ല സത്യനിഷേധികളായ കുറ്റവാളികളെയല്ലാതെ അവർ ജനിപ്പിക്കുകയുമില്ല. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറ. റബ്ബിഗ്ഫിർലി, എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ പൊറുത്തു തരണം. വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും. വലിമൻ ദഖല ബൈതി മുഅ്മിനൻ, വിശ്വാസിയായി എൻ്റെ വീട്ടിൽ കടന്നവർക്കും. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും. വലാ തസിദിൽ ളാലിമീന, അക്രമികൾക്ക് നീ വർദ്ധിപ്പിക്കരുതേ. ഇല്ലാ തബാറ, നാശമല്ലാതെ. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറ. എൻ്റെ നാഥാ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികളായിക്കൊണ്ട് എൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നവർക്കും സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും നീ പൊറുത്തു തരണമേ. അക്രമികൾക്ക് നാശമല്ലാതെ വർദ്ധിപ്പിക്കരുതേ. അങ്ങനെ സൂറത്ത് നൂഹിൻ്റെ 2ാം ഭാഗവും ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മൾ ഈ ഖുർആനെ പറ്റി വിമർശിക്കുന്നവരുടെയും കുറ്റം പറയുന്നവരുടെയും പിന്നാലെയല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾക്ക് അള്ളാഹു തന്ന കിതാബ് പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ റസൂൽ മുഖേന നമുക്ക് ഇറക്കി തന്ന ഗ്രന്ഥം, അതിൻ്റെ മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ വെല്ലുവിളികൾ അത് ഉണ്ടായ കാലം മുതലേ ഉള്ളതാണ്. പക്ഷെ അതിനൊന്നും വ്യക്തമായ ഖുർആൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് വ്യക്തമായ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിലും അത് തെറ്റാണെന്ന് പറയുന്ന ഒരുത്തനും ലോകത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പരമാർത്ഥം. ലോകത്ത് ഇന്നേ വരെ കഴിഞ്ഞതിൽ 4 നല്ല മനുഷ്യന്മാരെ പറയുകയാണെങ്കിൽ ഏതെങ്കിലും 4 മനുഷ്യന്മാർ നല്ലവർ, ലോകത്ത് നല്ലവരായി അറിയപ്പെട്ട, ജാതി മത വ്യത്യാസമില്ലാതെ അറിയപ്പെട്ട ആളുകൾ ആരും ആയിക്കോട്ടെ, അവർ എടുത്തു നോക്കിയാൽ അവരൊക്കെ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തവരാ. ആരെങ്കിലും ഖുർആനെ എതിർത്തിട്ട് ഏതെങ്കിലും രീതിയിൽ നല്ലവരെന്ന് പറയപ്പെട്ട സാഹിത്യകാരന്മാരോ ബുദ്ധിജീവികളോ ശാസ്ത്രജ്ഞന്മാരോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ ഒന്നുമില്ല. അത് തന്നെയാണ് ഖുർആൻ്റെ മഹത്വവും. നമ്മുടെ ഖുർആനെ നമ്മളാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഓതുന്നത് വായിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഫുർഖാനുൽ അദീമാൻ, വ്യക്തമായ അല്ലെങ്കിൽ മഹത്തായ സത്യത്തെയും അസത്യത്തെയും വിഭജിക്കുന്ന ഗ്രന്ഥമാണിത്. അതുകൊണ്ട് അതിനെ മുറുകെ പിടിക്കണം. അതുമാത്രമേ നമുക്ക് ദുനിയാവിലും ഖബറിലും പരലോകത്തും ഉപകാരപ്പെടുകയുള്ളൂ എന്ന ചിന്ത ഓരോരുത്തരും ഉറപ്പിച്ചോളി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ
മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.